ഹായ്, ഇന്ന് നമുക്കൊരു കൊന്നപ്പൂ ഉണ്ടാക്കിയാലോ? വിഷുവിന് നമുക്ക് കൊന്നപ്പൂവൊക്കെ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കി വെക്കാം. നമുക്കിത് ഉണ്ടാക്കാനായി പ്ലാസ്റ്റിക് കവറും തുണിയും ഒക്കെ ഉപയോഗിക്കാം. ഞാനൊരു കവറാണ് എടുത്തിട്ടുള്ളത്. ഇത് പൂവുണ്ടാക്കാൻ കമ്പിയുടെ ആവശ്യത്തിലേക്കായി ഞാൻ എടുത്തിട്ടുള്ളത് ഈ വയറിങ്ങൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന ഒരു കഷ്ണം വയറുണ്ടാവില്ലേ, അതിനുള്ളിലെ കമ്പി എടുക്കുക. കവറ് 3 ടൈപ്പിൽ കട്ട് ചെയ്യണം. ഞാൻ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വലിയ ഫ്ലവർ ഉണ്ടാക്കി കാണിച്ചു തരാം. ഫ്ലവറിൻ്റെ ഇതളുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു കമ്പി എടുത്ത് ഇതുപോലെ ആ പച്ച ടാപ്പൊന്ന് അതിലേക്ക് ചുറ്റി നമുക്ക് ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരു പച്ച സാധനം കാണൂലേ, അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു 3 കമ്പിയും കൂടി ഇതിനോട് ചേർത്ത് വെച്ച് ആ ഇതളുകളും കൂടി അടുക്കി വെച്ച് നമുക്കൊരു നൂല് കൊണ്ട് അതിനെ കെട്ടിയെടുക്കാം. ഇതുപോലെ ഡീറ്റെയിലായി ചെയ്താൽ മാത്രമേ ഫ്ലവർ കാണാനൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഇതുപോലെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ചെറിയ സൈസ് ഫ്ലവർ, ഇതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്ത് നമുക്ക് മുട്ട് ഉണ്ടാക്കിയെടുക്കാം.
പിന്നെ ഞാൻ ഈ പച്ച ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ കുഞ്ഞി പച്ച മുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കൊന്നപ്പൂ റെഡിയാക്കി എടുക്കാം. നല്ല ഒറിജിനൽ കൊന്നപ്പൂ പോലെ തന്നെ ഇല്ലേ? നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.